ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രധാനമായിട്ടും നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജുകളിലേക്ക് നോക്കിയിരിക്കുന്നവരായിരിക്കാം അല്ലേ. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പുതിയൊരു ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ എന്താണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു, അതിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് ശേഷം എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഇനി നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാകുക, പ്രധാനമായിട്ട് CBT എക്സാമിനേഷൻ. അതെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പം എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് റിസൾട്ട് വന്നിട്ട് പിന്നെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതൊന്ന് ഫിസിക്കലാണ്, രണ്ടാമത് മെഡിക്കലാണ്, മൂന്നാമത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാമാണ് അല്ലേ, അതേപോലെ തന്നെ ആ സ്റ്റെപ്പുകൾ ഏതെല്ലാമാണെന്നുള്ളതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത്തരത്തിലൊരു പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ ഒരു എക്സാം ക്രാക്ക് ചെയ്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പിന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലാണ് അല്ലെ. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുക, അത് നമ്മൾ അതിൽ ഫിസിക്കൽ ഈ പറയുന്ന രീതിയിൽ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അത് ശരിയായ രീതിയിൽ അത് പാസ്സാവുക എന്നുള്ളതാണ് അല്ലേ. എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ ആർമഡ് ഫോഴ്സസിന് ഉള്ളതുപോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ റെയിൽവേക്കോ അല്ലെങ്കിൽ SSC GD പോലുള്ള എക്സാമിനേഷൻസിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആർമി നേവി എയർഫോഴ്സ് പോലെ ഫോഴ്സുകൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് അർദ്ധസൈനിക വിഭാഗത്തിനോ മറ്റും ഉള്ളതുപോലെയുള്ള വളരെ ഹാർഡായിട്ടുള്ള ഒരു ഫിസിക്കൽ ആയിരിക്കില്ല എന്തിന് ഈ പറഞ്ഞ RRB ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ഫിസിക്കൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മെയിൽ കാൻഡിഡേറ്റ്സിനും മറ്റൊന്ന് ഫീമെയിൽ കാൻഡിഡേറ്റ്സും. അപ്പൊ രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്ത രീതികളിലാണ് എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആൻഡ് ക്യാരി 35 കിലോഗ്രാം ഓഫ് വെയിറ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 100 meters in 2 minutes in one chance without putting the weight down. അതായത് 35 കിലോ ഭാരം വരുന്ന ഒരു വെയിറ്റ്, 35 കിലോ ഭാരം വരുന്ന ഒരു വെയിറ്റ് ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസിൽ എത്ര മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളൊരു ഫിസിക്കൽ ചലഞ്ച് എന്ന് പറയുന്നത് അല്ലെ. ഫിസിക്കലി പറയും ഫിസിക്കലിനകത്ത് ഒരു ചലഞ്ചാണ് എത്തിയും പറഞ്ഞത്. കാരണം 35 കിലോ ഭാരം 100 മീറ്റർ ദൂരം എത്രയാണ് 2 മിനിറ്റ് കൊണ്ട് എത്തുക എന്നുള്ളത്. അത്യാവശ്യം ഈ പറയുന്ന രീതി സേനകളൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇത് വലിയൊരു ടാസ്ക് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഷുഡ് ബി ഏബിൾ ടു റൺ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1000 meters in 1000 meters in 4 minutes and 15 seconds in one chance. അതായത് ഒറ്റ ചാൻസിൽ ഈ പറഞ്ഞ രീതിയിൽ 1000 മീറ്റർ 4 minutes 15 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ സേനകളിലേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഈ പറയുന്ന 1 കിലോമീറ്റർ 600 മീറ്റർ അല്ലേ, ഈ പറയുന്ന 1000 മീറ്റർ എന്ന് പറഞ്ഞ 1 കിലോമീറ്റർ ആണ്. അപ്പൊ അത്തരത്തിൽ 1 കിലോമീറ്റർ 600 മീറ്റർ ഈ പറയുന്ന 4.5 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കുന്നവർ കാണും അല്ലെങ്കിൽ ഈ പറയുന്ന 5.5 മിനിറ്റ് കൊണ്ട് ഓടി തീർക്കുന്നവരായിരിക്കും പ്രധാനമായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ഓടി പരിശീലിച്ച ഒരാളെ സംബന്ധിച്ചോളം ഈ പറയുന്ന ഒരു 4:15 സെക്കൻഡ് എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല അല്ലേ. അപ്പൊ അത്തരത്തിൽ അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന 1 കിലോമീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് 20 കിലോഗ്രാം ഭാരമാണ്. അവർക്ക് ഈ പറയുന്ന 100 മീറ്റർ അതേപോലെ തന്നെ ഉണ്ട്. 2 മിനിറ്റിൽ എന്ത് ചെയ്യുക, ആ ഭാരം ചുമന്നുകൊണ്ട് 100 മീറ്റർ അപ്പുറത്തേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ 100 മീറ്റർ ദൂരം 2 മിനിറ്റ് കൊണ്ട് 20 കിലോ ഭാരം തോളിലേറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം, അവിടെ അവൾ പറയുന്ന സ്ഥലം എവിടെയാണ് അവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അവർക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന 1 കിലോമീറ്റർ ദൂരം പ്രധാനമായിട്ടും 5 മിനിറ്റ് 40 സെക്കൻഡിൽ എന്ത് ചെയ്യാൻ നിൽക്കും, അവർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ഈ പറയുന്ന രീതിയിൽ 1 കിലോമീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, അവർ കവർ ചെയ്യേണ്ടതായിട്ടും ഉണ്ടെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അത് വലിയ ടാസ്ക് ആയിട്ട് ഒരിക്കലും തോന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫിസിക്കലി എന്തെങ്കിലും ബാക്ക്വേർഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടും ചില ആളുകൾക്ക് ആ ഫിസിക്കൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, ചില ആളുകൾക്ക് ഈ ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ഏത് ഫിസിക്കൽ ചിലപ്പോൾ എഴുതേണ്ടതായിട്ട് വരില്ല ചില പോസ്റ്റുകൾക്ക്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡി ഫിസിക്കൽ എന്ന് പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും എന്താണൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ. ആദ്യം തന്നെ വെയിറ്റും കൊണ്ട് ഓടുക, രണ്ടാമത് അല്ലാതെ ഈ പറയുന്ന സോളോ റേസ് ആണ്, 1 കിലോമീറ്ററോളം വരുന്ന സോളോ റേസ് ആണ് എന്ത് ഉണ്ടായിരിക്കുക അല്ലെ. ഓക്കെ, ആ സോളോ റേസ് ഉദ്ദേശിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഓടുക എന്നുള്ളതല്ല. പ്രധാനമായിട്ട് ഒരുപാട് പേര് നിങ്ങൾ ഈ പറഞ്ഞ ആർമിയുടെ ഒക്കെ റാലിക്ക് പോയിട്ടുണ്ടായിരുന്നവർക്ക് മനസ്സിലാവും അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് 1 കിലോമീറ്റർ മറ്റൊക്കെ ഓടി തീർക്കേണ്ടതിനെ കുറിച്ചുള്ള ഏകദേശ ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനാണ് ഇതിന്റെ ഫിസിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ,
രണ്ടാമത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഫിസിക്കൽ ഞാൻ പറഞ്ഞു ചില ആളുകൾക്ക് ഫിസിക്കൽ ചിലപ്പം ചെയ്യേണ്ടതായിട്ട് വരില്ല. പക്ഷേ എല്ലാവരും തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ തറവായിട്ട് തന്നെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും സ്ട്രിഞ്ചന്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അത് ഇച്ചിരി കട്ടിയാണ്. കാരണം പ്രധാനമായിട്ടും ഈ പറയുന്ന A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനകത്ത് സാധാരണ ഈ പറയുന്ന രീതിയിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് പുറമെ അവരുടെ ഈ പറയുന്ന 6/9 വിഷൻ വിത്തൗട്ട് ഗ്ലാസ്, അതായത് ഗ്ലാസ് ഇല്ലാതെ തന്നെ 6/9 വിഷൻ എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. 6/9 വിഷൻ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. മസ്റ്റ് പാസ് ദ ടെസ്റ്റ് ഓഫ് കളർ ബ്ലൈൻഡ്നെസ്, കളർ വിഷന്, ബൈനോക്കുലർ വിഷൻ ആൻഡ് നൈറ്റ് വിഷൻസ്, മെസ്കോപ്പി വിഷൻസ് എന്നിവ. പ്രധാനമായിട്ട് ഇപ്പം കളർ ബ്ലൈൻഡ്നെസ്സോ മറ്റു കാര്യങ്ങളോ ബൈനോക്കുലർ വിഷനോ എല്ലാം ടെസ്റ്റ് ചെയ്തതിനു ശേഷം അതെല്ലാം ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യവും കൂടിയാണ്. പ്രധാനമായിട്ട് ഈ A2 ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ്മാൻ ഉണ്ടല്ലോ, പോയിന്റ്സ്മാൻ പോലുള്ള പോസ്റ്റുകൾ കാണാൻ എന്ത് ചെയ്യുന്നത് ഇത് ബാധകമായിട്ട് വരിക. അത്യാവശ്യം നല്ല രീതിയിൽ മെഡിക്കലിൽ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് ഈ പറഞ്ഞ പോയിന്റ്സ്മാൻ പോലെ തസ്തികകൾക്കായിരിക്കും. എന്നാൽ അതിനേക്കാൾ ഇച്ചിരിയും കൂടെ എന്താണ് കുറവാണ് അല്ലെ, ഇച്ചിരിയും കൂടെ എന്താണ് സ്ട്രിക്റ്റ് കുറവായിട്ടുള്ള ഒന്നും കൂടിയാണ് A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനകത്ത് പ്രധാനമായിട്ട് ഈ പറയുന്ന അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ പോലെ പോസ്റ്റുകളിലേക്കുള്ള എന്താണ് തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ബാധകമായിട്ട് വരുന്നത്. A2 അത്രയും കട്ടിയില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് പറയുന്നത്. 6/9 വിഷൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ഗ്ലാസ്, അതായത് ഗ്ലാസ് വെക്കാതിരിക്കാം. എങ്ങനെ ഇരുന്നാലും ഈ പറയുന്ന 6/9 എന്ത് ചെയ്യാൻ വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ലെൻസ് വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ 6/9 വിഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് 2 ഡയോപ്റ്ററിൽ എന്ത് ചെയ്യരുത്, കവിയരുത് എന്നുള്ളതാണ് അല്ലെ. 2 ഡയോപ്റ്ററിൽ കഴിയാൻ പാടില്ല. പക്ഷേ ഇവരെല്ലാവരും തന്നെ പ്രധാനമായിട്ട് ഈ പറയുന്ന കളർ വിഷനും ബൈനോക്കുലർ വിഷനും എല്ലാം ഈ പറയുന്ന A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനുള്ള പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടാതുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യും പ്രധാനമായിട്ടും പറയുന്നത്. ശാരീരികപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ആളുകൾ, അതായത് കൈകാലുകളെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. പ്രധാനമായിട്ടും മറ്റു വൈകല്യങ്ങളൊന്നുമില്ല, കൈകാലുകൾ അനക്കാൻ പറ്റാത്ത എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ചരിവോ അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ വളവോ ഉള്ളവര് അല്ലെ, അതേപോലെ ഈ പറഞ്ഞ ലെപ്രോസി ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക്, അതേപോലെ തന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കൈ വിറയ്ക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സംസാരിക്കാൻ പറ്റാതെ നിൽക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. കാരണം ഈ പറഞ്ഞ രീതിയിൽ ബോഡി മാസ് ഇൻഡെക്സ് മാത്രമല്ല പ്രധാനമായിട്ട് അവിടെ നോക്കുന്നത് അല്ലെ, ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് എന്നിവ സംവിധാനങ്ങളല്ല പ്രധാനമായിട്ടും. അതിനപ്പുറത്തേക്ക് എന്താണ് കുറച്ചും കൂടി. കാരണം നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും ഈ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യേണ്ട ഒരു സാധനം കൂടിയാണ് ഗ്രൂപ്പ് ഡിയുടെ ഒരു വേ ഓഫ് ജോബ് എന്ന് പറയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഇച്ചിരിയും കൂടെ കട്ടിയുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന പോയിന്റ്സ്മാനൊക്കെ വരുമ്പോൾ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. പിന്നെ അതിനേക്കാൾ ഇച്ചിരിയും കൂടെ കുറവാണ്. ഈ പറഞ്ഞ സ്ട്രിക്റ്റിന്റെ കാര്യത്തിൽ ഇച്ചിരിയും കൂടെ കുറവാണ്. നമ്മുടെ A3ലേക്ക് വരുമ്പോൾ A3 വിത്തൗട്ട് ക്ലാസ് എന്നാണ് എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത്. അതിനേക്കാൾ ഇച്ചിരി കൂടെ കുറവാണ്, സ്ട്രിക്ട്നെസ് ആണ് കേട്ടോ. ഇച്ചിരിയും കൂടെ നമുക്ക് ഈ പറഞ്ഞ ലിബറൽ ആയിട്ട് കാണാൻ പറ്റുന്ന മറ്റൊന്നാണ് ഈ പറഞ്ഞ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 6/9 അല്ലെങ്കിൽ 6/12 വിഷൻ വിത്തൗട്ട് ഗ്ലാസസ്, പവർ ഓഫ് ദി ലെൻസ് നോട്ട് എക്സീഡ് 4 ഡയോപ്റ്റർ. അതായത് പ്രധാനമായിട്ടും ഈ B1ലേക്ക് വരുമ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ള പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രധാനമായിട്ട് വേണ്ടി വരുന്നത്. അപ്പം അവർക്ക് ഈ പറയുന്ന രീതിയിൽ ലെൻസ് വെക്കുന്നവരാണെങ്കിൽ അവർക്ക് 4 ഡയോപ്റ്ററിൽ എന്ത് ചെയ്യരുത്, കൂടരുത്. ഈ ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡയോപ്റ്ററിൽ കൂടരുത്. പ്രധാനപ്പെട്ട ലെൻസ് ഒക്കെ വെക്കുന്നവർക്കറിയാം അവർ ഉപയോഗിക്കുന്ന ലെൻസിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ലെ. അപ്പൊ 4 ഡയോപ്റ്ററിൽ കവിയരുത്. മനസ്സിലാവുന്നുണ്ടോ? 4 ഡയോപ്റ്ററിൽ കവിയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നുള്ളത് പറയുന്നത് C1 ആണ്. C1 ഏറ്റവും എന്താണ് ലോവർ ലെവൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള ഇലക്ട്രിക്കൽ മറ്റ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് ചെയ്യുന്നവർക്കാണ് C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടതായിട്ട് വരുന്നത്. അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്താണ് 6/12 6/18 വിഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് അവർക്ക് വേണ്ടി വരുന്നത് അല്ലെ. അതായത് A2 അത്രയും കട്ടിയില്ല എന്നുള്ളതാണ് അല്ലെ. A2 അത്രയോ A3 അത്രയും കട്ടിയില്ല ഇവിടെ C1ലേക്ക് വരുമ്പോൾ അവർക്ക് വിത്തൗട്ട് ഗ്ലാസ് എത്ര മതി, 6/12 6/18 മതി എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ നിയർ വിഷൻ എന്ന് പറയുന്നത് 0.6 ആയിരിക്കണം വിത്തൗട്ട് ഗ്ലാസസ് വെൻ ദ റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ നിയർ വിഷൻ
ഓക്കെ, അതായത് നമ്മൾ അടുത്ത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ചില ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ വെൽഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ വരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പാളങ്ങളിലുള്ള എന്തെങ്കിലും മുറുക്കാനോ എന്തെങ്കിലും മാറ്റാനൊക്കെ ആണെങ്കിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ നിയർ വിഷൻ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തുള്ള കുറച്ച് വസ്തുക്കളൊക്കെ കാണാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, വിത്തൗട്ട് ഗ്ലാസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അത് വ്യക്തമായിട്ട് വായിക്കാനോ അല്ലെങ്കിൽ നോക്കി മനസ്സിലാക്കാനോ സാധിക്കണം. ഓക്കെ, ഇതാണ് ഒരു ഏകദേശം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ രീതിയിൽ ലെപ്രോസി, അതേപോലെ എന്തെങ്കിലും ഈ പറയുന്ന സ്പൈനൽ കോഡിന്റെ വലിയ ചരിവോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് അനക്കാൻ കഴിയാതെ വരികയോ, അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം ഈ പറയുന്ന ബ്ലറാണ്, കളർ ബ്ലൈൻഡ് ആണ് നമ്മൾ, അല്ലെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കേൾവി എന്ന് പറയുന്നത് വളരെ ഈ പറയുന്നവർ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡിലും കുറവൊക്കെ ആണെങ്കിൽ, ഓക്കെ, കേൾവിക്ക് ഒരു സ്റ്റാൻഡേർഡ് പൊതുവെ പറയാറുണ്ട്. ഓക്കെ, ഈ പറയുന്ന ഹിയറിംഗ് ഇമ്പയർഡ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രധാനമായിട്ടും ഇതിനകത്ത് അങ്ങനെ എടുക്കാറില്ല. ഓക്കെ, അപ്പൊ അത്തരത്തില് നിങ്ങളുടെ ഹിയറിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ ബേസിക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ മിലിറ്ററി ഗ്രേഡിലുള്ള ഒരു മെഡിക്കൽ ആയിരിക്കില്ല, മിലിറ്ററി ഗ്രേഡിലോ അല്ലെങ്കിൽ ഒരു ഒരു ആർമി ഓഫീസറോ അല്ലെങ്കിൽ ഒരു പോലീസ് സേനകളിലേക്കുള്ള ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല ഗ്രൂപ്പ് ഡിക്ക് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം നല്ലൊരു മെഡിക്കൽ എന്ത് ചെയ്യും നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ കണ്ണ്, ചെവി, അതേപോലെ തന്നെ ശ്വസനം, ഓക്കെ, അത് പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ആയിരിക്കണം. പ്രധാനമായിട്ടും ഹൃദയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബ്ലോക്കോ സർജറിയോ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ വളരെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് നിങ്ങളുടെ മെഡിക്കലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ റെസ്പിറേഷൻ, ഓക്കെ, നിങ്ങളുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് നോർമലായിട്ട് റെസ്പിറേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, വളരെ സ്വാഭാവികമായിട്ടുള്ള ശ്വസന സംവിധാനമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അല്ല ആസ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ശ്വാസം മുട്ടലോ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നം, ജോലി ചെയ്യേണ്ട സമയങ്ങളിൽ വലിയ രീതിയിൽ ശ്വാസം മുട്ടലുണ്ടായി കുഴഞ്ഞു വീഴുന്ന രീതിയിലുള്ള എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ പ്രധാനമായിട്ടും മെഡിക്കൽ റിജക്റ്റ് ആവുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് നോക്കിയതിനു ശേഷം എന്ത് ചെയ്യാം, പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ ചാർട്ട് എന്ന് പറഞ്ഞ ചാർട്ട് കൊണ്ട് പ്രധാനമായിട്ട് നിങ്ങളുടെ വിഷനൊക്കെ എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേറെ കുറെ എല്ലാവരും തന്നെ ഈ പറഞ്ഞ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പറയുന്ന സമയങ്ങളിൽ എനിക്ക് കണ്ണ് കാണാൻ വേണ്ടി പറ്റും, എനിക്ക് അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ചിലർ നോക്കി പോവാത്ത ഒന്നാണ് ഈ പറയുന്ന കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തില് ചെറിയ ചെറിയ ഫോട്ടോസിനകത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇമേജസിനകത്ത് തന്നതിന് ശേഷം അതിനകത്ത് നൽകിയിട്ടുള്ള നമ്പറുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത് തിരഞ്ഞെടുത്തിട്ട് ഇത് പറയാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിനകത്ത് ഇവിടെ ഒരു 2 പിക്ചേഴ്സ് അവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഈ പറഞ്ഞ താഴെ കമന്റ് ബോക്സിലൊക്കെ അറിയിക്കാം ഏത് നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്ലേ, നിങ്ങൾക്ക് 2 വൃത്തങ്ങളിലായിട്ട് 2 നമ്പേഴ്സ് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് 2 നമ്പേഴ്സ് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കളർ ബ്ലൈൻഡ് ആണോ അല്ലയോ എന്നുള്ളതും ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ രീതി അടുത്തുള്ള ഈ പറഞ്ഞ ആശുപത്രികളൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയസ് പോസ്റ്റുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഫിസിക്കലും മെഡിക്കലും ഒരാൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പിന്നെ പോകുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കാണ്. ഓക്കെ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസിലേക്കാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഈ ഡോക്യുമെന്റ്സിനകത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സമർപ്പിച്ചിട്ടുള്ള കുറച്ച് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുണ്ട്, അല്ലേ, ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുണ്ട്. അത് പ്രധാനമായിട്ടും നമ്മൾ അവിടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ. നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 10th ക്ലാസ് പാസ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, പ്രധാനമായിട്ടും അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മാൻഡറ്ററി ആണ്. ഓക്കെ, നിർബന്ധമായി എന്നാണ് അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ മാർക്ക് ഷീറ്റ് അത്ര റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. രണ്ടാമതായിട്ട് സർട്ടിഫിക്കറ്റ് നമ്പർ, പാസിംഗ് ഡേറ്റ്, റോൾ നമ്പർ മസ്റ്റ് ബി കറക്റ്റ്ലി മെൻഷൻഡ് എന്നുള്ളതാണ്. അതായത് സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടായിരിക്കണം. ഏറെക്കുറെ അല്ല നമ്മുടെ ഈ പ്രധാനമായിട്ട് CBSE, ICSE സ്റ്റേറ്റ് സിലബസിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയി വരുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ സർട്ടിഫിക്കറ്റിനകത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് നമ്പരും അവർ ഏത് വർഷമാണ് പാസ് ഔട്ട് ചെയ്തിട്ടുണ്ടതിനെ കുറിച്ചും അതിൽ ഏത് റോൾ നമ്പറിലാണ് പരീക്ഷ എഴുതിയതിനെ കുറിച്ചൊക്കെ വിശദമായ വിവരങ്ങൾ അവിടെ തന്നെ നൽകിയിട്ടുണ്ടായിരിക്കും, അല്ലേ. അപ്പൊ അതെല്ലാം അവിടെ തന്നെ കാണും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തത് ഈ പറഞ്ഞ ITI ഒക്കെ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളവരെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ITIയുടെ അതേപോലെ തന്നെ ITI കഴിഞ്ഞിറങ്ങുന്ന ഈ പറയുന്ന രീതിയിൽ അപ്രന്റീഷിപ്പ് ചെയ്യാറുണ്ട്, അല്ലേ. അപ്പൊ അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ഡീറ്റെയിൽസ് പ്രധാനമായിട്ട് RRB വെബ്സൈറ്റ് വഴി നമ്മൾ ആപ്ലിക്കേഷൻ ഈ പറയുന്ന രീതി ഫയൽ ചെയ്യുന്ന സമയങ്ങളിൽ
അല്ലെ? ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി, അതേപോലെ നമ്മൾ ഹാജരാക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫുകളെ കുറിച്ച് പറ്റി പറയുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അതെന്ത് ചെയ്യാം, കറക്റ്റായിട്ട് തന്നെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ ഐഡന്റിറ്റി പ്രൂഫ്, നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം കൂടി, ഐഡന്റിറ്റി പ്രൂഫ് എന്ന് പറയുന്നത് ആധാർ, പാൻ കാർഡ്, വോട്ടർ ID പോലുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ്. ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID. അപ്പം നമ്മൾ ഈ പറയുന്ന പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി പ്രൂഫ് എന്ന് പറഞ്ഞാൽ അത് ആധാർ ആയിരിക്കും, അല്ലേ? ഏറെക്കുറെ എല്ലാവരും ഈ ഹാജരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആധാറാണ്. അപ്പോൾ ഞാനും പറയുന്ന പ്രധാനമായിട്ടും നിങ്ങൾ ഡോക്യുമെന്റ് ഒക്കെ ഇപ്പം ഇനി വരാൻ പോകുന്ന ഇപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഡോക്യുമെന്റുകളൊക്കെ വെക്കുന്ന സമയത്ത്, ഐഡന്റിറ്റി പ്രൂഫുകളൊക്കെ വെക്കുന്ന സമയങ്ങളിൽ ആധാർ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഏറെക്കുറെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതിന് ആധാർ തന്നെയാണ്. ഓക്കെ, ബാക്കിയുള്ള ഐഡന്റിറ്റി പ്രൂഫ്സുകൾ എടുക്കുമെങ്കിലും നമ്മൾ ആധാർ വെക്കുന്ന ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആധാറോ പാൻ കാർഡോ വോട്ടർ ID നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളത് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നെയിം ആൻഡ് ദ ഡേറ്റ് ഓഫ് ബർത്ത് മസ്റ്റ് മാച്ച് ദ ആപ്ലിക്കേഷൻ ഫോം. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കുന്ന സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ടൈം പൊതുവെ RRB തരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മൾ നോക്കുക, നിങ്ങളുടെ ഈ പറയുന്ന പേരും മറ്റു ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നിങ്ങൾ എൻറ്റർ ചെയ്തിരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിനകത്ത് 10ാം ക്ലാസ്സോ +2 അല്ലെങ്കിൽ ഈ പറഞ്ഞ ആധാറിനകത്തോ ഒക്കെ നൽകിയിട്ടുള്ള പേരും അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും അത് തന്നെയല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്യാരി ഒറിജിനൽ അലോങ് വിത്ത് ഫോട്ടോ കോപ്പി ഫോർ വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. അതായത് ഒറിജിനൽ ഒന്നും അവിടെ പൊതുവെ അങ്ങനെ മേടിച്ച് വെക്കാറില്ല. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന രീതിയിൽ ഫോട്ടോ കോപ്പിയും മറ്റു ഈ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അവർ ചോദിക്കുന്നതായിരിക്കും, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SC ST OBC വിഭാഗത്തിൽ പെടുന്ന ആളുകൾ, ഇപ്പൊ റിസർവ്ഡ് കാറ്റഗറീസിലൊക്കെ എന്ത് ചെയ്യുന്നത് പെടുന്ന ആളുകൾ പ്രധാനമായിട്ടും ഈ SC ST സർട്ടിഫിക്കറ്റുകൾ പ്രധാനമായിട്ട് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഫോർമാറ്റിൽ എന്ത് ചെയ്യുന്ന നൽകുന്ന SC ST സർട്ടിഫിക്കറ്റ്സുകളുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്കൊക്കെ വരുന്ന സമയങ്ങളിൽ, ഓക്കെ, നിങ്ങളുടെ ജോലിയൊക്കെ സെറ്റായി നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ എത്തിക്കാൻ, ഓക്കെ, ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ സഹായകമാകും, അല്ലേ? അപ്പം അത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ അത് സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ആ ക്രൈറ്റീരിയ ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. അവസാന ലാബിൽ ചെന്ന് എന്ത് ചെയ്ത് ഇത്തരത്തിൽ അത് സർട്ടിഫിക്കറ്റ് എനിക്കത് ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് പോകാൻ വേണ്ടി നോക്കരുത്. അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ SC ST സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതൊക്കെ എടുത്ത് കൈ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഈ പറഞ്ഞ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്, അല്ലേ? NCL എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ സ്റ്റേറ്റ് ലെവൽ കാസ്റ്റ് റെസിഡൻഷ്യൽ ഇൻകം പ്രൂഫായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളൊക്കെ എന്ത് ചെയ്യാം, നേരത്തെ തന്നെ എടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അത് അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റുകൾ, EWSയോട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കട്ട് ഓഫുകളിലും മറ്റു കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ റിലാക്സേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ലഭിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെറുതെ കൊണ്ടുപോയി കളയരുത്. ഈ പറഞ്ഞ നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്ത് അത് മേടിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോലി കിട്ടാനുള്ള സാധ്യത കൂട്ടുന്ന സർട്ടിഫിക്കറ്റുകളാണ് ഈ പറഞ്ഞ SC ST OBC EWS സർട്ടിഫിക്കറ്റുകൾ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതി ചെറിയൊരു വെയിറ്റേജ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ അപേക്ഷകളൊക്കെ അയക്കുന്ന സമയങ്ങളിൽ സർട്ടിഫിക്കറ്റിനകത്ത് നൽകിയിട്ടുള്ള ഡേറ്റ് ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കും, +2 ഉള്ളവരായിരിക്കും, ഡിഗ്രി ഉള്ളവരായിരിക്കും. ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പ് D പോലുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യും, അല്ലേ? അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ഡോക്യുമെന്റിനകത്തും പ്രധാനമായിട്ട് അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, നമ്പർ, ഇഷ്യൂ ചെയ്ത ഓഫീസറോട് ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരങ്ങളെല്ലാം അതേപോലെ നൽകിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയങ്ങളിലും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങളാരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അല്ലേ? ഇപ്പോൾ ഇത്രയും കൂടെ കേൾക്കുമ്പോൾ ചില സമയത്ത് ആളുകൾക്ക് പേടി തോന്നും. പേടിക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല. ഓക്കെ, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എന്ന് കേട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നതായിരിക്കും, അല്ലേ? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ സമയം തരാറുണ്ട് എന്നുള്ളതാണ്, അല്ലേ? ചെറിയ മാറ്റങ്ങളൊക്കെ ചെറിയ സമയങ്ങളൊക്കെ തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി സമയങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെറ്റാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണ്. മറ്റൊന്ന് പറയുന്നത് ഈ പറയുന്ന ഡൊമിസിയൽ സർട്ടിഫിക്കറ്റുകൾ. ഓക്കെ, ഈ പറഞ്ഞ ഡൊമിസിയൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഡൊമിസിയൽ സർട്ടിഫിക്കറ്റുകളൊക്കെ പ്രധാനമായിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, should be recent and valid at the time of application, should be candidate's name, correct details must present during the document verification stage. അതായത് ഈ പറഞ്ഞ ഡൊമിസിയൽ സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഈ കാര്യം ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ
ചിലപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ഡൊമിസൈലൊക്കെ ആയിരിക്കും കയ്യിൽ ഉണ്ടായിരിക്കുക അല്ലേ. അപ്പം ഈ പറയുന്ന സർട്ടിഫിക്കറ്റിനകത്തേക്ക് ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്ന സമയങ്ങളിൽ മുൻ വർഷങ്ങളിലെ ഡൊമിസൈൽ അല്ല ചിലപ്പോൾ ചോദിക്കുന്നത്. 6 മാസത്തേക്ക് മുമ്പൊക്കെ എടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ ഒരു 6 മാസ ഗ്യാപ്പാണ് പ്രധാനമായിട്ട് ഡൊമിസൈലിനൊക്കെ നൽകി വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. പത്രത്തിൽ പറയുന്ന ആ ഒരു ടൈം പീരീഡിനിടയിലുള്ള ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു 3 ദിവസം അല്ലെ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ഹാജരാക്കുകയാണെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് എടുത്തു വെക്കുക, അതിന്റെ ഡേറ്റ് നോക്കി വെക്കുക. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ ഡൊമിസൈലിന്റെ ഒക്കെ കാലാവധി കഴിഞ്ഞിട്ടില്ലെന്ന് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയങ്ങളിൽ. ഓക്കെ, ഇപ്പോഴേ എടുത്തു വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത്. ഓക്കെ, അടുത്തത് ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, ഈ ഫിസിക്കലി എന്തെങ്കിലും ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾ കാണും. ഈ പറഞ്ഞ ഫിസിക്കലി പറഞ്ഞ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ കാണും, എക്സ് സർവീസിൽ മാനായിട്ടുള്ള ആളുകളൊക്കെ കാണും അല്ലെ. ഇപ്പൊ അത്തരത്തില് ഈ PWD ഈ പറയുന്നൊരു കാറ്റഗറി വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ചില ആളുകൾക്ക് ഫിസിക്കലി ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, ചില ആളുകൾക്ക് വേണ്ടി വരില്ല, ചില സമയങ്ങളിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ഹാജരാക്കേണ്ടതായിട്ട് വരും? മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതായിട്ട് വരും. ചില പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യും, പറഞ്ഞ രീതിയിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് പ്രധാനമായിട്ടും ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം, നൽകേണ്ട ഒരു സർട്ടിഫിക്കറ്റും കൂടിയാണ്. ഓക്കെ, അതിനകത്ത് ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട റിക്വയർമെന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ബാക്കി കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാം ഉറപ്പുവരുന്ന സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ RRB എല്ലാ വർഷവും ഒരു നോട്ടിഫിക്കേഷൻ അയച്ചതിന് ശേഷമാണ് പ്രധാനമായിട്ടും ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നത്, അവർ സ്വീകരിച്ച് തുടങ്ങുന്നത് അല്ലെ. അപ്പോൾ RRB വെബ്സൈറ്റിലായിക്കോട്ടെ ഓൺലൈനിലായിക്കോട്ടെ പ്രധാനമായിട്ടും അവർ ഒരു PDF എന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ ഇടാറുണ്ട് പതിവായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് വ്യക്തമായി പഠിക്കുക. ഓക്കെ, അവർ ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഒരു ഫിസിക്കലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ചലഞ്ച് ആയിട്ടുള്ള ആളൊക്കെ ആണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ റിസ്കിൽ എന്ത് ചെയ്യുന്നത് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ പറയുന്ന ഗ്രൂപ്പ് D എന്ന് പറയുന്നത് പറയുന്ന റെയിൽവേയോട് ബന്ധപ്പെട്ട ജോലികളാണ്. അപ്പം അത്തരത്തിൽ ഇതിനൊന്നും ഫിസിക്കലി ഒരു ബാധകമല്ല എന്ന് കരുതി എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കലും മെഡിക്കലും ഒന്നും തന്നെ ഒരു ബാധകമല്ല എന്ന് കരുതി എക്സാമിനേഷനൊക്കെ പാസ്സായതിനു ശേഷം ഫിസിക്കലിലും മെഡിക്കലിലും അതേപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വരെ എന്ത് ചെയ്യുന്നുണ്ട്, വെളിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആണല്ലോ അല്ലെ, നിങ്ങളെല്ലാം അതെല്ലാം ക്ലിയർ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എക്സാമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത വരുന്ന അതിന്റെ കട്ട് ഓഫും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കും എന്ത് വരുന്നത്, ഫിസിക്കലി വരുന്നത് അല്ലെ. പിന്നെ എല്ലാം നല്ല രീതിയിൽ അങ്ങോട്ടും എന്ത് ചെയ്യും, നടന്നു. കാരണം പ്രധാനപ്പെട്ട റെയിൽവേ ഇപ്പോൾ പെട്ടെന്നാണ് അവരുടെ നിയമനങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക, പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകും. അപ്പം ഒരിക്കലും ഒരു സ്റ്റേജിലും നിങ്ങൾ വിളിക്കുവാനുള്ള സാധ്യത ഉണ്ടാകരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം സെറ്റാണ് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഉറപ്പ് വരുത്തുക. ഓക്കെ, അതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ, ഫിസിക്കൽ ആയാലും മെഡിക്കൽ ആയാലും ഡോക്യുമെന്റ് ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കലിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ബാക്കിയുള്ള സെറ്റാക്കി എടുക്കുന്നത്. ഇപ്പം അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ ഡോക്യുമെന്റ് എല്ലാം ഉണ്ടായിരിക്കാം അല്ലേ. അപ്പം അതിനുശേഷം പറയുന്ന പ്രധാനമായിട്ടുമായ ഡോക്യുമെന്റ്സ് എല്ലാം എന്ത് ചെയ്യാം, അതിനുശേഷം നിങ്ങൾ സെറ്റാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്താണ്, ഓൾറെഡി അവർ റിലീസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലോയിൽ അപ്പൊ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഗ്രൂപ്പ് ഡിക്ക് എന്ത് പറ്റും, ഇതേ ഫ്ലോയിൽ ഇതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ. ചില മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഇപ്പോൾ പെർഫോം ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് ടൈമാണത്. കാരണം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, പരീക്ഷ കഴിയുന്നു, അടുത്ത നോട്ടിഫിക്കേഷൻ പരീക്ഷകൾക്ക് മുമ്പ് തന്നെ വരുന്നു, അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഫ്ലോയിൽ തന്നെ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ അതേ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറയുന്ന രീതിയിൽ ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു കട്ട് ഓഫ് കൂടി കൂട്ടി തന്നെ കട്ട് ഓഫിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പാസ് ആകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം
പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതേ ഫ്ലോയിൽ തന്നെ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബാച്ചാണ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയൊരു ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ സിലബസ് കവറേജും PYQ ബേസ്ഡ് ട്രെയിനിങ്സും വീക്കിലി പ്രാക്ടീസ് സെഷൻസും മോക്ക് ടെസ്റ്റുകളും റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളും എക്സാം ഫോക്കസ്ഡ് ഷോർട്ട് കട്ട് ട്രിക്സ് ക്ലാസ്സുകളെല്ലാം അതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടു കൂടി തന്നെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടായാലും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വരുന്ന ഗ്രൂപ്പ് ഡിക്ക് എന്ത് ചെയ്യാൻ നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്ത് നല്ല മാർക്ക് മേടിക്കാം. അതിന് ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ എന്ത് ചെയ്യാൻ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.